നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനോട് 10 റൺസിന് പരാജയപ്പെട്ടതിന് പിന്നാലെ അവരുടെ മുൻ നായകൻ രോഹിത് ശർമ്മക്കെതിരെ വൻ പരിഹാസങ്ങളുടെ ട്രോളാണ് ഇപ്പോൾ എക്സിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. വടാപ്പാവ് എന്നുള്ളത് ഹാഷ്ടാഗ് ഇട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ പരിഹസിക്കുന്നത്. അതിപ്പോൾ ട്രെൻഡിങ് ആണ്. വടാപ്പാവ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 257 റൺസ് എന്ന വലിയ ഒരു സ്കോർ DC അടിച്ചപ്പോൾ അത് മറികടക്കണമെങ്കിൽ ഇഷാൻ കിഷൻ രോഹിത് ശർമ്മ സഖ്യത്തിൽ നിന്നും മികച്ചൊരു തുടക്കം മുംബൈ ഇന്ത്യൻസ് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് രോഹിത് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. പിന്നെ അടിക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹം ഔട്ടാവുകയും ചെയ്തു. 8 പന്തുകൾ നേരിട്ട് 8 റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത്. രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള മത്സരത്തിലും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. ഇങ്ങനെ തുടരെ രോഹിത് പരാജയപ്പെടുമ്പോൾ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഏറി വരികയാണ്. പലതരത്തിലുള്ള പരിഹാസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വടാപ്പാവ് എന്നുള്ളത് ട്രെൻഡിങ് ആയിട്ട് വരുമ്പോൾ അതിലുള്ള ചില പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണ്. പുവർ ക്യാപ്റ്റൻസി ബൈ രോഹിത് വടാപ്പാവ് ശർമ്മ എന്ന് പറഞ്ഞു. അദ്ദേഹമല്ല ക്യാപ്റ്റൻ, എന്നിട്ട് പോലും ആ രൂപത്തിൽ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റുകൾ വരുന്നു. ഡ്രോപ്പ് വടാപ്പാവ് ആൻഡ് കോഹ്ലി സെൻഡ് എ യങ് ടീം. വേൾഡ് കപ്പിനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ കോഹ്ലിയെ കൂടി അതിൽ ചേർത്ത് പറയുന്നു. പിന്നെ മറ്റൊരു പോസ്റ്റ് വടാപ്പാവിന്റെ ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് രോഹിത് ശർമ്മ അങ്ങനെ ഔട്ടായി മടങ്ങി പോകുന്ന ചിത്രം കൂടി വെക്കുന്നു. ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് വടാപ്പാവ് എന്നാണ് ആ ചിത്രത്തിന്റെ കൂടെയുള്ള ചോദ്യം. അങ്ങനെ നിരവധി പരിഹാസങ്ങളാണ്. 8 പന്തുകളിൽ നിന്ന് 8 റൺസാണ് 257 റൺസ് ചേസ് ചെയ്യുമ്പോൾ മഹാനായ വടാപ്പാവ് നേടിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ട്രോള് വരുന്നു. അങ്ങനെ പലതരത്തിൽ നമ്മളിനി കൂടുതലായിട്ട് അത് വായിക്കുന്നില്ല. അത്തരത്തിലുള്ള പരിഹാസങ്ങളാണ് എന്തായാലും രോഹിത് ശർമ്മക്കെതിരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഹാർദിക്കും ഇപ്പോൾ ട്രെൻഡിങ് ആണ് എക്സിൽ. അത് പക്ഷെ പോസിറ്റീവായിട്ടാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഹാർദിക് പാണ്ഡ്യ ഇന്ന് DCക്കെതിരെ MI ഒരു ഘട്ടത്തിൽ തിരിച്ചടിക്കുമെന്ന തോന്നലുണ്ടാക്കിയപ്പോൾ അതിന് തുടക്കമിട്ടത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ രൂപത്തിലുള്ള അംഗീകാരം ലഭിക്കുന്നു. എന്നാൽ രോഹിത്തിനെതിരെ കടുത്ത വിമർശനങ്ങളും പരിഹാസങ്ങളും ഇങ്ങനെ വരികയും ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.